സ്ത്രീ പീഡനങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക പീഡനങ്ങൾ, കൊച്ചുകുട്ടികളെ പോലും പീഡിപ്പിക്കുന്നു അല്ലെ? ഇതിനൊക്കെ എന്തായിരിക്കും ഒരു കാരണം, എന്തെങ്കിലും മൂല കാരണം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കാനഡയിലെ നോബൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ വന്നിട്ട് ഒരു 14 വർഷമായി. ഓക്കെ, ആ 14 വർഷം കൊണ്ട് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ സമൂഹവും കനേഡിയൻ സമൂഹവും, കാനഡ അതായത് ഒരു പാശ്ചാത്യ രാജ്യത്ത് വസിക്കുന്ന ഒരു വ്യക്തിയും കേരളത്തിലെ ജീവിത വ്യവസ്ഥയും നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാലം കൊണ്ട്. അപ്പോൾ 40 വർഷം കൊണ്ട് ഈ അമേരിക്ക മാത്രമല്ല, ഞാൻ ലോകത്തിന്റെ പല രാജ്യത്തും UAE-യിലും പിന്നെ ബഹ്റിനിലും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളായ ഇവിടെ സ്പെയിൻ മുതൽ റോം വരെ ബസ് യാത്ര നടത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളും പിന്നെ പോയിട്ടുണ്ട്. ഫ്രാൻസിലും പിന്നെ റോമിലും പിന്നെ എന്ന് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈ റോഡ് ട്രിപ്പ് ആയിരുന്നു. ഇവിടെ സ്പെയിൻ മുതൽ റോം വരെ ബസ് ട്രിപ്പാണ് നടത്തിയത്. പല രാജ്യങ്ങളിലൂടെയും പോയിട്ടുണ്ട്. ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ട്, സ്കോട്ട്ലൻഡിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളും കണ്ടിട്ടുള്ളതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ സ്ത്രീ പീഡനം ഇത്ര ഉണ്ടാകാനുള്ള ഒരു കാരണം നമ്മുടെ പിന്നെ വീക്ഷണമാണ്. ഇപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പിന്നെ ഒരു കാണാത്ത ഒരു വസ്തു കാണുന്നത് പോലെയാണുള്ള പെരുമാറ്റമാണ് പലർക്കും പലരുടെയിൽ നിന്നും കാണുന്നത്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എല്ലാം പാവമാണ്, എല്ലാം മൂടി വെച്ച് ഇരിക്കണമെന്നുള്ള ഒരു ചിന്താഗതി. അതായത് ഇപ്പം നിങ്ങൾ കാനഡയിലെ വേനൽക്കാലത്ത് അങ്ങോട്ട് ഇറങ്ങിയാൽ ഇട്ടുകൊണ്ട് പോകുന്ന വസ്ത്രങ്ങളൊക്കെ കണ്ട നമ്മളാരും തുറച്ചു നോക്കി പിന്നെ അവരെ കയറി പിടിക്കാനൊന്നും നമ്മൾ പോകാറില്ല, ഉണ്ടോ? പക്ഷെ കേരളത്തിൽ ആ ഒരു വീക്ഷണമല്ല. എല്ലാം ഒരുമാതിരി എന്തോ ഈ ഹിപ്പോക്രസിയുടെ എല്ലാം മൂടിയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു രീതിയാണ്. അതായത് ഹിപ്പോക്രസിയിൽ മൂടിയിരിക്കുകയാണ് അവന്റെ പെരുമാറ്റവും. ബസ്സുകളിൽ നിങ്ങൾക്കറിയാം, ഞാൻ ബസ്സിൽ 7 വർഷം ജോലി ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം ഈ ബസ്സുകളിലൊക്കെ കയറുന്ന ആൾക്കാരുടെ പിന്നെ എന്തെല്ലാം പെരുമാറ്റങ്ങൾ, ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സീറ്റാണ്. അപ്പൊ നമുക്ക് പാശ്ചാത്യ നാടുകളിലും എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തു പോലും അങ്ങനെ ഒരു വേർതിരിവില്ല. ഇല്ല, എല്ലാം മിങ്കിൾഡാണ്. ഞാൻ പറഞ്ഞ കേരളത്തിലും അങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഈ ബസ്സിൽ കയറുന്ന ഒരുത്തൻ കയറി കഴിഞ്ഞാൽ സ്ത്രീകളുടെ അടുത്ത് നിൽക്കുന്നത് മാത്രമല്ല, വേറെ നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഉയർത്തു വെക്കുക അങ്ങനത്തെ പെരുമാറ്റങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം പിന്നെ ഈ ലൈംഗിക അതിക്രമങ്ങൾ സത്യം, അതായത് പിന്നെ അതൊക്കെ ആ പെരുമാറ്റങ്ങൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ അടുത്തും കണ്ടിട്ടില്ല. ഇവിടെ അമേരിക്കയിലോ എവിടെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയാണോ അതോ സ്ത്രീയെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നതിന്റെ ആണോ? എനിക്ക് തോന്നുന്നത് നമ്മളെ ശരിക്കും പിന്നെ ഈ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവിടെ ഇതെല്ലാം തുറന്നിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് അത്ര അത് ഫീൽ ചെയ്യത്തില്ല. അവിടെ അങ്ങനെയല്ല. പിന്നെ നാട്ടിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വസ്ത്രധാരണത്തില് മാറ്റങ്ങൾ വേണമെന്നാണ് സാറ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ല, വസ്ത്രധാരണത്തിൽ മാറ്റണം പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ഷോർട്സും ബനിയനും ഇട്ടുകൊണ്ട് വരുന്ന പെണ്ണിനെ ആയാലും കയറി പിടിക്കാൻ ധൈര്യം ഉണ്ടാകണമെങ്കിൽ അത് പിന്നെ അവിടുത്തെ പുരുഷ മേധാവിത്വത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സാറ് ഇത് ഈ നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായ കല്യാണ രീതികളെ പറ്റി എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരാള് പെണ്ണ് കാണാൻ പോകുന്നു, ആദ്യമായിട്ട് കാണുന്ന ആള് അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്ന ഉടനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീധനം പറഞ്ഞുറപ്പിക്കുന്നു, ഡേറ്റ് നിശ്ചയിക്കുന്നു. അവര് ഒരു 3 മാസത്തിനുള്ളിൽ പെണ്ണ് കാണാൻ പോയിട്ട് കല്യാണം ഉറപ്പിക്കുകയാണ് അല്ലെ? നമ്മുടെ നാട്ടിലെ ഇവിടെ ഒന്നും അങ്ങനത്തെ രീതിയല്ല. ഇവിടെ അവര് അവർക്ക് വേണ്ട ഇണയെ സ്വയം കണ്ടെത്തുന്നു, അവരുമായിട്ട് 1-2 വർഷം ഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് ലിവിങ് ടുഗദർ. അതൊക്കെ കഴിഞ്ഞ് അവര് സീരിയസ് ആയിട്ട് ആലോചിക്കും, ഇയാൾ എനിക്ക് ചേരുമോ എന്ന് സ്വയം ബോധ്യമാകുമ്പോൾ മാത്രമാണ് കല്യാണത്തിലേക്ക് വരുന്നത് അല്ലെ? ഇവിടെയൊക്കെ നമ്മൾ കാണാം ഒത്തിരി 50 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സോ 45 വയസ്സോ 55 വയസ്സ് പോലും കഴിഞ്ഞാണ് ആളുകൾ ചിലര് കല്യാണത്തിലേക്കൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കുമ്പോഴാണ് കൂടുതലും കല്യാണത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ നാട്ടില് ഇങ്ങനെയുള്ള ഈ ഒരു രീതി നാട്ടിലും വരണമെന്ന് സാറ് തോന്നുന്നുണ്ടോ? നാട്ടിലെ സാഹചര്യത്തിൽ അത് പോയാൽ കൂടുതൽ അപകടകരമാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ലിവിങ് ടുഗദർ ഇപ്പം അതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇപ്പം ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ മേജർ സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളെ ഇവിടത്തെക്കാളും പിന്നെ മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ പോക്കുകൾ. അല്ലാതെ ഇപ്പം കേരളത്തിലെ ഇപ്പോഴും നിലവിലുള്ള ഈ പറഞ്ഞു പെണ്ണ് കാണുന്ന ഒരാഴ്ച കൊണ്ട് പരിചയപ്പെടുന്നു, അല്ലെ ഒന്ന് കണ്ടേച്ച് പോയി കെട്ടുന്നു, അതൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണ് കെട്ടിയതല്ലേ? ഞാനും അങ്ങനെ കെട്ടിയത്. ഇപ്പം അതുകൊണ്ട് മാത്രം അത് പരാജയമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഈ 2 കൊല്ലം പരിചയപ്പെട്ട് കെട്ടുന്നവരും 3-ാം കൊല്ലം ഡിവോഴ്സ് ചെയ്യുന്നവരാണ് നല്ല ശതമാനവും. അപ്പൊ ഇതൊന്നും അല്ല അതിന്റെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്
പിന്നെ ഇപ്പം പരമ്പരാഗതമായിട്ടുള്ള പോയവരുടെ കല്യാണം കഴിച്ചവർ നമ്മളൊക്കെ ഇപ്പോഴും പിന്നെ 50-60 കൊല്ലമായിട്ടും അല്ലെങ്കിൽ 80-100 വർഷമായിട്ടും ദാമ്പത്യത്തിൽ കഴിയുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ ഗുണവും ദോഷവും പറയാൻ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് കെട്ടണമെന്ന് പറഞ്ഞാൽ അത്ര നാട്ടിൽ വരികയാണെങ്കിൽ കൂടുതൽ പേര് ഡിവോഴ്സുകൾ നടക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനൊക്കെ പരിഹാരമൊന്നും പറഞ്ഞ് പ്രത്യേകിച്ച് നമുക്കൊരു ഒറ്റമൂലിയൊന്നും പറയാനൊന്നും ഇല്ല. അപ്പം എല്ലാത്തിനും ഉണ്ട് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും. പിന്നെ പരസ്പരം മനസ്സിലാക്കിയിരിക്കുക, അത് എത്രത്തോളം മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതൊക്കെ കാലം മാറുന്നതനുസരിച്ചും നമ്മുടെ പിള്ളേരുടെ ചിന്താഗതി മാറുന്നതനുസരിച്ചും പിന്നെ ലോകഗതികൾ പിന്നെ പണ്ടത്തെ മാതിരി അല്ലല്ലേ. ഇപ്പം ഫേസ്ബുക്കിൽ കൂടെയൊക്കെ പിന്നെ അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെയൊക്കെ ബന്ധപ്പെട്ടിട്ട് പിന്നെ പോയി കല്യാണം കഴിച്ച് പിന്നെ 3 ദിവസം കഴിയുമ്പോൾ ചെല്ലുമ്പോഴായിരിക്കും കാണുന്നത് പിന്നെ ഈ നമ്മളെ ഉദ്ദേശിച്ച ആളല്ല ഇതെന്നുള്ളത് മനസ്സിലാക്കുന്ന അന്നേരമായിരിക്കും. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ പോലും ഇപ്പം നടക്കുന്നുണ്ട്, ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു മെച്ചപ്പെട്ട സമ്പ്രദായമാണെന്നോ മോശപ്പെട്ട സമ്പ്രദായമാണെന്നോ വിധിക്കാൻ പറ്റില്ല. നാട്ടിലിപ്പം ലിവിങ് ടുഗദറും ഡേറ്റിങ്ങും ഒക്കെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് യുവതലമുറയുടെ ഇടയിൽ, അല്ലെ? എല്ലാം ഉണ്ട്. അതൊരു നല്ല മാറ്റമാണോ, അല്ലെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണോ? ഒത്തിരി സദാചാര പോലീസുകാരൊക്കെ അത് എതിർക്കുന്നവരുമുണ്ട്. എതിർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം പിന്നെ ഇറ്റ്സ് വെരി കോമൺ. ഞാനിപ്പോ ഏറ്റവും അവസാനം പോയത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ നവംബറിൽ പോയതാണ്. പിന്നെ നവംബറിന്റെ ഒരു 50 മാസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ പലരും ഇപ്പം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ലിവിങ് ടുഗദർ ഇതൊക്കെ പിന്നെ കേരളത്തിലും ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇപ്പൊ അങ്ങനെയാണ് പിന്നെ പലരും കല്യാണം കഴിക്കാൻ. അല്ലാതെ ഇപ്പം പണ്ടത്തെ മാതിരി ചെന്ന് പെണ്ണ് കണ്ടുവച്ച് കെട്ടുന്ന രീതിയൊന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺ അല്ലെങ്കിൽ ഈച്ച് പേഴ്സണാലിറ്റി. സ്വന്തം ഇണയെ അവനവൻ തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്, അല്ലേ? അറേഞ്ച്ഡ് മാരേജിനേക്കാൾ നല്ലത് ഒരാളെ പരിചയപ്പെട്ട് അടുത്തറിഞ്ഞിട്ട് അടുത്തറിയുന്നത് നല്ലതാണ്. പക്ഷെ എത്രത്തോളം അറിയണം എന്നുള്ളത് അവരാണ് മേക്ക് വൈസ് ഡിസിഷൻസ്. അപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. അതായത് നമ്മുടെ നാട്ടില് ഈ കല്യാണങ്ങൾക്ക് ഒക്കെ ഭയങ്കര ആർഭാടമായിട്ട് കല്യാണം നടത്തുന്നു. അതുപോലെ തന്നെ ആഭരണം, കൂടുതൽ എടുത്താൽ പൊങ്ങാത്ത ആഭരണം വധുവിനെ അണിയിക്കുന്നു. അങ്ങനെ ഒരു നെറ്റിപ്പട്ടം കെട്ടി അല്ലെങ്കിൽ ആനകളെ എഴുന്നള്ളിച്ചു കൊണ്ടിരുന്ന രീതിയിലാണ്. അങ്ങനെയൊക്കെ അത്രയ്ക്കും ആർഭാടം അല്ലെങ്കിൽ അത്രയ്ക്കും സ്വർണത്തോടുള്ള ഭ്രമം, സ്വർണം കാണിച്ചുള്ള ഒരു പൊങ്ങച്ച, അങ്ങനെയുള്ള കാര്യങ്ങളോട് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അങ്ങനെ കല്യാണങ്ങള് ലോകത്ത് എവിടെ ആയാലും ആഘോഷമാക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ US-ലാണെങ്കിലും കാനഡയിലാണെങ്കിലും സ്വർണത്തോട് അങ്ങനെ ഇല്ല, ആർക്കും ഒരു ഭ്രമമില്ല. സ്വർണ്ണാഭരണം ഇപ്പം കല്യാണമാണെങ്കിലും ഇവിടെ വളരെ ലളിതമായിട്ടാണ് നടത്തുന്നത്. അങ്ങനെ അത് പറയാൻ പറ്റില്ല. ഇവിടെ കല്യാണങ്ങൾ വളരെ മോടിയായിട്ട് നടത്തുന്നു, വളരെ ചെലവേറി നടത്തുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ നമ്മുടേതുമായിട്ട് അത് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ അംബാനിയുടെ മകനോ രണ്ടൊരാൾ കല്യാണം കഴിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനകത്തൊക്കെ എന്തുമാത്രം കാശ് ചെലവാക്കി ആരെയെല്ലാം പിന്നെ ലോകത്തിലുള്ള പല കലാകാരന്മാരെയും പ്രശസ്ത കലാകാരന്മാരെയും ഒക്കെ വിളിച്ച് ഒത്തിരി ചെലവാക്കിയാണ് അവരൊക്കെ നടത്തിയത്. അത് ഇന്ത്യക്കാരിൽ പൊതുവെ ഉള്ള ഒരു സ്വഭാവമാണ് കല്യാണ ആർഭാടമാക്കുക. അതിവിടെയുള്ള മലയാളികളായാലും കല്യാണം നടത്തുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അവിടുത്തെ മാതിരി ഇങ്ങനെ ഈ ദേഹം മുഴുവൻ സ്വർണം പൂശി സ്വർണം കെട്ടി ഇറങ്ങുന്ന രീതി നമുക്കിവിടെ ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ മേടിക്കുന്ന ഒരു ഡയമണ്ടിന്റെ വില ആയിരിക്കുള്ളൂ ചിലപ്പോൾ അവിടെ മേടിക്കുന്ന കുറെ സ്വർണത്തിന്റെ വില ചിലപ്പോൾ ഇവിടുത്തെ മേടിക്കുന്ന ഡയമണ്ടിന്റെ വില ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ. പിന്നെ എമൗണ്ട് ഓഫ് ഗോൾഡ് അത് അവിടെ ഒത്തിരി കൂടുതലാണ്, മഹാവൃത്തികേടാണ്. അത് എന്നോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ കല്യാണം എൻ്റെ പേഴ്സണലായ അഭിപ്രായം പറഞ്ഞ വലിയ ചിലവുള്ള കല്യാണം നടത്തുന്നതിനോട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ന്യായമായ കല്യാണം പിന്നെ ഒരു അത്യാവശ്യമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു നടത്തുന്നതിനോട് കുഴപ്പമില്ല. പിന്നെ പലപ്പോഴും നോബലിന് ഇപ്പം ഇനി ഫ്യൂച്ചറിൽ മനസ്സിലാകാൻ പോണതേ ഉള്ളൂ. കാര്യം പിള്ളേരൊക്കെ വളർന്ന് കല്യാണം കഴിക്കുമ്പോഴേ അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ പിള്ളേരെ നമ്മളുടെ പേരൻസിന് സ്വർണത്തോട് നമ്മുടെ തലമുറയ്ക്കുണ്ട്. പക്ഷെ ഈ അടുത്ത തലമുറ, ഇവിടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് സ്വർണത്തോടുള്ള അധികം ആഗ്രഹങ്ങളൊന്നുമില്ല. ഇല്ല. അവര് പിന്നെ എന്ന് പറഞ്ഞാൽ മാലയിടത്തിലെന്നല്ല. ഇനിയിപ്പോ എന്റെ കൊച്ചുമക്കൾക്ക് ഞാൻ സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. മാലയും വളയും കമ്മലും ഒക്കെ ഞാൻ ഈ തലമുറയില് അടുത്ത തലമുറയാവുമ്പോൾ അത് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് കാണാൻ സാധ്യത കുറവാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയും പിന്നെ ജുവലറി പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ഒരു പിന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇടുന്ന റിങ് ചിലപ്പം 10,000-കണക്കിന് വിലയുള്ള ഡയമണ്ട് റിങ് ആയിരിക്കും ഇടുന്നത്. അപ്പം എല്ലായിടത്തും ഇതെല്ലാം ഉണ്ട്, ആഭരണഭ്രമവും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അമിതമായിട്ടുള്ള ആഭരണഭ്രമം ഞാൻ കേരളത്തിലെ കണ്ടു. ഡിസ്കറേജ് ചെയ്യേണ്ടതാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ നാട്ടില് ഇപ്പം വർദ്ധിച്ചു വരുന്ന ഇപ്പൊ ഈ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും
വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഉപഭോഗം, അതുപോലെ യുവാക്കളുടെ ഇടയിൽ അങ്ങനെ ഒക്കെ എന്താണ് മയക്കുമരുന്നിന്റെ ഉപയോഗം കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും? അത് ഈ മയക്കുമരുന്ന് ഇല്ലാതിരുന്നത് ഏത് കാലത്താണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏത് കാലത്താണ് ഇതില്ലാതിരുന്നത്? പിന്നെ പോപ്പിച്ചെടികൾ, ഓപ്പിയം, ഇതെല്ലാം, പിന്നെ മദ്യം, ഇതെല്ലാം മനുഷ്യനുള്ള കാലം തൊട്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതെല്ലാം പിന്നെ അതിന്റെ പരിണാമങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്. അതായത് അന്ന് ഓപ്പിച്ചെടി, അതും അതിൽ നിന്നും പിന്നെ മരുന്നുകൾ ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇവൻ പാമ്പിൻ വിഷത്തിൽ നിന്ന് പോലും മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം കഞ്ചാവിൽ നിന്ന് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു പരിധി വരെ അത് പിന്നെ ആ മനുഷ്യന്റെ നിലനിൽപ്പിനും ആരോഗ്യ പരിരക്ഷയ്ക്കും പലതും പിന്നെ മരുന്നായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ദുരുപയോഗം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്, അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പാറപ്പള്ളി പെരുന്നാൾ കൂടാൻ പോയതും, ഞങ്ങൾ 4-5 പേര് കൂടി ഇരുന്ന് കുരിശുമൂട്ടിലെ ഷാപ്പിൽ നിന്ന് കള്ളു മേടിച്ച് കുടിച്ചതും, അതുപോലെ തന്നെ അവിടുത്തെ ഒരു മാടക്കടയിൽ കഞ്ചാവ് ബീഡി വിൽക്കുമായിരുന്നു. അത് മേടിച്ച് ഞങ്ങൾ വലിച്ചിട്ടുണ്ട്. പിന്നെ അത് അന്ന് അതിന് പറയുന്ന പേര് മുരുകൻ എന്നാണ്. പിന്നെ ഈ കഞ്ചാവ് പിടിക്ക് പറയുന്നത്. അത് അന്ന് മുതൽ ഇതൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. അന്നൊക്കെ ഇതുണ്ട്. എന്താണ് അതിന് പറയുന്ന പേര്? മുരുകൻ. മുരുകൻ എന്ന് പറഞ്ഞാൽ പരമശിവനെയാണ്. പരമശിവൻ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ കഞ്ചാവ് പിടിക്ക് പറയുന്ന പേരാണ് മുരുകൻ. അത് ഈ നമ്മുടെ കുരിശുമൂട്ടിലുള്ള മാടക്കടകളിൽ പോലും മേടിക്കാൻ കിട്ടുമായിരുന്നു അന്ന്, ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും. അപ്പൊ ഇതെല്ലാം അന്നും ഇന്നും ഉണ്ട്. പിന്നെ ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും കോളേജ് ക്യാമ്പസുകളിലൊക്കെ കൂടിയ ഇനങ്ങൾ, മാരകമായിട്ടുള്ള ഇനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞില്ല, അന്നൊരു കഞ്ചാവ് കൂടി വലിച്ചതോടെ ഞാൻ നിർത്തി. ഞാൻ ഇനി മേലിൽ ഈ സാധനം ഉപയോഗിക്കും. ഇന്നത്തെ കുട്ടികൾ അത് വലിച്ച് നിർത്തുന്നില്ല. അതാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഉപഭോഗം. അന്ന് കോളേജ് എന്താണ് അതിനു വേണ്ടിയിട്ട് പൈസ അവർക്ക് ഇല്ലാതെ വരുമ്പോൾ മോഷ്ടിക്കുന്നു, അങ്ങനെയുള്ള പല രീതികളിലേക്ക് പോകുന്നു, കവർച്ചയിലേക്ക് പോകുന്നു. പിന്നീട് ഇങ്ങനെയാണ് ക്രിമിനലിസം വരുന്നത് അല്ലേ സമൂഹത്തിൽ. പിന്നെ ഞാൻ കഴിഞ്ഞ നാട്ടിൽ ഈ പിന്നെ പുസ്തകപ്രകാശന നാട്ടിൽ പോയ സമയത്ത് MES കോളേജിൽ, അതായത് അവിടെ മലപ്പുറമാണോ തിരൂരാണോ ഞാൻ കൃത്യ സ്ഥലം ഓർക്കുന്നില്ല, അവിടെ ഒരു MES കോളേജിൽ കോളേജ് കുട്ടികളുമായിട്ടുള്ളൊരു മീറ്റിങ്ങിന് പോയായിരുന്നു. അതിന്റെ വിഷയം പിന്നെ ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം സിനിമ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയമായിരുന്നു. ഞാൻ അതിനകത്ത് പങ്കെടുത്ത് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പം ഈ മയക്കുമരുന്ന്, ഞാൻ അവരോട് പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, മയക്കുമരുന്നുകളും ഇതെല്ലാം ലോകത്തിൽ എപ്പോഴും ഇതെല്ലാം ഉണ്ട്. മയക്കുമരുന്നും കഞ്ചാവും പിന്നെ വേശ്യയും കള്ളനും എല്ലാം ഈ ലോകത്തുണ്ട്. അത് നമ്മളെ പിന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നടക്കുക എന്നുള്ളതാണ് സിനിമ കാണിക്കുന്നത്. ഞാൻ ചോദിച്ചൊരു ചോദ്യം, ദൃശ്യ സിനിമയ്ക്കകത്ത് പിന്നെ ഒരാളെ കൊന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ കുഴിച്ചിരുന്നുണ്ട് അല്ലേ? അത് കണ്ടേച്ച് പോയി നിങ്ങൾ നാളെ ഒരാളെ കൊലപാതകം ചെയ്താൽ പിന്നെ പോയി ജയിലിൽ കിടക്കുന്നതല്ലാതെ പിന്നെ ആ സിനിമ അല്ല ജീവിതം എന്ന് ആദ്യം മനസ്സിലാക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരിയേ ഉള്ളൂ. ഈ മയക്കുമരുന്നും ഇതൊക്കെ ലോകത്തിൽ എല്ലായിടത്തും കാണും. നമ്മുടെ മക്കള് അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരെ ഒക്കെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള അതും മാറി നിൽക്കാനുള്ള ഒരു മനക്കട്ടിയും ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിനെ എതിർത്തതുകൊണ്ട് കാര്യമില്ല, സ്വയം മനസ്സിലാക്കി പിന്മാറണം. അല്ല, എതിർക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എതിർക്കണ്ടെന്നല്ല. ഇപ്പം പിന്നെ നമ്മളത് ഇപ്പം നമ്മുടെ മക്കൾ, ഇപ്പം നമ്മുടെ തന്നെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം, അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ തോന്നിവാസന അടിച്ചു വിടുകയാണോന്നോ അല്ലെ പിന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ എല്ലാ പിള്ളേരും ഒരുപോലെ അല്ലല്ലോ. പ്രത്യേകിച്ചും ഈ പിയർ പ്രഷർ എന്ന് പറയുന്ന കോളേജുകളിലൊക്കെ ക്യാമ്പസുകളിലും ഒക്കെ നടക്കുന്ന അതാണ്. ഇപ്പം ഞാൻ പിന്നെ തന്നെയായിരുന്നെങ്കിൽ ഞാൻ അന്ന് കഞ്ചാവ് കൂടി മേടിച്ച് വലിക്കത്തില്ല. ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി ഇപ്പോൾ അവരുടെ കൂടെ കൂടുക എന്നുള്ളതാണ്. അപ്പം അത് അവരെ ഫ്യൂച്ചറിൽ വഴിവഴപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ സ്വയം ബോധവാന്മാരാകുക, നിയന്ത്രണം നമുക്ക് തന്നെ ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ മക്കളിൽ ഇതൊക്കെ പടരാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കണം. അവരിത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ സയൻസ് ഉണ്ട്, നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ അറിയാം. പിന്നെ ഓരോരുത്തരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അറിയാം. അത് ശ്രദ്ധിക്കാതെ പോയാലാണ് കൂടുതൽ അപകടമാകുന്നത്. ഓക്കെ, വിവാദ വിഷയമായ ഒരു കാര്യം കൂടി ചോദിക്കാം. അതായത് നമ്മുടെ സീറോ മലബാർ പള്ളിയിലെ കുർബാന തർക്കം, അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി രൂപത എന്താണ് ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നു അല്ലെ? എറണാകുളം അങ്കമാലിയിലെ കുറെ വൈദികരും വിശ്വാസികളും. അപ്പം എന്താണ് ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന ആളുകൾ അതിനെ എതിർക്കുന്നു. സിനഡ് കുർബാന തന്നെ വേണോ, അല്ലെങ്കിൽ ഏകീകൃത കുർബാന തന്നെ വേണോ? അപ്പൊ ഇതിനകത്ത് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഈ കുർബാന ക്രമം ഇത്ര മസിൽ പിടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം പേര് വരുന്ന അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടി ഇത് ഒരു വേരിയന്റ് ആയിട്ട് ജനാഭിമുഖ കുർബാന അനുവദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആകില്ലേ? അവർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ എന്താണ് സഭയിൽ അതൊരു സമാധാനവും ഉണ്ടാകില്ലേ? കാരണം വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമുള്ള 3000 അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത്, അതുപോലെ തന്നെ കോട്ടയം രൂപതയ്ക്ക് വേണ്ടിയിട്ട്
അവരുടെ വേരിയന്റും എല്ലാം നമ്മൾ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് 6 ലക്ഷം 7 ലക്ഷം ഒക്കെ വരുന്ന അത്ര വിശ്വാസികളുള്ള എറണാകുളത്തുകാർക്ക് വേണ്ടിയിട്ട് ഒരു ജനാഭിമുഖ കുർബാനയുടെ വേരിയന്റ് അങ്ങ് അനുവദിക്കുവാണെങ്കിൽ ഈ പ്രശ്നം തീരില്ല? അതിനെപ്പറ്റി എന്ത് പറയുന്നു? ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഈ ജനാഭിമുഖ കുർബാന വേണമെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് മറ്റേ അല്ലെങ്കിൽ ആ സഭയുടെ തലപ്പത്തിരിക്കുന്നവർ കൊടുക്കുന്ന നിർദ്ദേശം പാലിക്കാതിരിക്കുന്നത് തന്നെയല്ലേ ഒന്നാമത്തെ തെറ്റ്. ഇപ്പം ഒരു ഹൈറാർക്കി ഇതിനകത്തെല്ലാം ഉണ്ടല്ലോ. നമ്മളിപ്പം സന്യസ്ത ജീവിതം നയിക്കുന്നവർക്ക് ഒരു ഹൈറാർക്കി ഉണ്ട്. മാർപ്പാപ്പായട്ടം, അത് മെത്രാന, അങ്ങനെ ഉള്ള ഹൈറാർക്കികളുണ്ടല്ലോ. ഈവൻ മാർപ്പാപ്പ പറഞ്ഞാൽ പോലും അനുസരിക്കില്ല എന്ന് പറയുന്നത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിന് ഒരു ആദ്യം മുഴുവൻ ജനാഭിമുഖം വേണ്ട, മുഴുവൻ അൾത്താരാഭിമുഖം വേണ്ട എന്നതുകൊണ്ടല്ലേ 50-50 വന്നത്. അപ്പൊ അൾത്താരാഭിമുഖം ആയിട്ടും അതല്ലേ എല്ലാവർക്കും യോജിക്കാവുന്ന പറഞ്ഞാൽ, അല്ലാതെ അവർക്ക് തോന്നുന്ന പോലെ എന്തിനു വിട്ടുകൊടുക്കണം? അവർക്ക് ഇതിനോട് യോജിക്കാൻ പാടില്ലാത്ത എന്തുകൊണ്ട് എന്നുള്ളതാണ് എനിക്ക് തിരിച്ചുള്ള ചോദ്യം. പിന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊന്നും പ്രശ്നമില്ല. ഇനിയും അവർ മുഴുവൻ സമയം അഭിമുഖമായിട്ട് നിന്നാലും മുഴുവൻ സമയം പുറംതിരിഞ്ഞിരുന്നാലും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. കാര്യം ഞങ്ങൾ ഇവിടെ ഇതൊരു ഞാൻ വലിയ മതവിശ്വാസിയും അല്ല, വലിയ പള്ളിയുടെ അടിമയേ അല്ല. ഞാൻ അവിടെ ഈ ഒരുപാട് നിഷ്പക്ഷത ഭാഗം നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒന്നേ ഉള്ളൂ, ഈ ആൾക്കാരെ ഈ പ്രശ്നത്തിന്റെ പേരിൽ കുർബാന തടസ്സപ്പെടുത്തുകയും കുർബാന വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്ന വൃത്തികേടിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് ആര് ചെയ്താലും തെറ്റാണ്. പിന്നെ വിഭാഗക്കാരാണെങ്കിലും അതിന്റെ പേരിൽ സമരവും അല്ലെങ്കിൽ ബഹളവും ഒരു രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ അല്ലേ? എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, എനിക്ക് തോന്നുന്നത്, എന്റെ ഇതല്ല, ഈ കേരളത്തിൽ ആ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ സഭയെ പൊതുവെ ഭിന്നിപ്പിച്ച് ദുർബലപ്പെടുത്താവുന്ന ഏതോ ശക്തികൾ ഇതിനകത്ത് ഇടപെടുന്നുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് വെറും ഒരു കത്തോലിക്ക സഭയിലെ അച്ഛന്മാർ തമ്മിലോ അല്ലെങ്കിൽ മുന്നോട്ട് തിരിഞ്ഞിരിക്കുന്ന പുറകോട്ട് തിരിഞ്ഞിരിക്കുന്നതിനോടോ അല്ല, ശക്തമായിരുന്ന കത്തോലിക്ക അല്ല ക്രിസ്ത്യാനി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ബലമായ എന്റെ അഭിപ്രായം. പല കാര്യങ്ങളിലും കണ്ടതും വീക്ഷിച്ചതുകൊണ്ടും എനിക്ക് തോന്നുന്നത്, അതായത് കേരളത്തിലെ ക്രിസ്ത്യാനി സഭയെ ഭിന്നിപ്പിക്കാനും ദുർബലപ്പെടുത്താനും ഏതോ ശക്തികൾ ഇടപെടുന്നുണ്ട്. അതാരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ കണ്ടെത്തുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ബാഹ്യശക്തിയാണോ അതോ? ബാഹ്യശക്തിയാണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ നമ്മള് അതായത് നമ്മളെ ഈ ക്രിസ്ത്യാനികളെ ഒരു ഒറ്റക്കെട്ടായി നിന്നാൽ അവിടെ ഒരു എന്താ ശക്തമായ ഒരു ഗ്രൂപ്പായിട്ട്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സമൂഹം ആയിട്ട് നിൽക്കുന്നതിലും ബെറ്റർ അതിനെ ഭിന്നിപ്പിച്ച് ശക്തിയില്ലാതാക്കി തീർത്താൽ വേറെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് ആരൊക്കെയോ കണക്ക് കൂട്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇത് ഇതിനകത്ത് ശരിക്കും ആരോ കളിക്കുന്നുണ്ട്. അത് ആരാന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക, കണ്ടെത്തുക. ഓക്കെ സാർ, അപ്പം നമ്മൾ പല വിഷയങ്ങളെ കുറിച്ചും സംസാരിച്ചു, സാറിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഏതായാലും സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പം ഇത് അവസാനിക്കുന്നതിന് മുമ്പ് പുതുതലമുറയെ കുറിച്ച് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് എന്തെങ്കിലും ഒരു സന്ദേശം 1-2 വാക്കുകളിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കും. പുതുതലമുറ എന്ന് പറയുന്നത് കേരളത്തിലെ പുതുതലമുറയാണോ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തേതാണോ അതോ എല്ലായിടത്തെയും കൂടി? നമ്മൾ മലയാളത്തിലായതുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ. കേരളത്തിലെ പുതുതലമുറ നമ്മളൊന്നും ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ തലമുറ നമ്മളെക്കാളും വളരെ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിവുള്ളവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളിലല്ല അവർ ജീവിക്കുന്നു. ഇന്ന് ഈ മാധ്യമങ്ങളിൽ കൂടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ കൂടിയും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ചലനം പോലും കേരളത്തിലെ പിള്ളേരെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പിള്ളേരെയും അല്ല പറയുന്നത്, സാമാന്യ ബുദ്ധിയുള്ള വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ ഇതൊക്കെ നന്നായിട്ട് അറിയാം, നമ്മളെക്കാളും നന്നായിട്ട് അറിയാം. അപ്പൊ അവർക്ക് നമ്മുടെ ഒന്നും ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ പഴയ തലമുറയിൽ നിന്നുള്ള ഉപദേശമല്ല, അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും നിലനിൽപ്പും നമ്മുടെ അഭിപ്രായം അറിയാതെ തന്നെ ചെയ്യാനും കഴിവുള്ളവരാണ് അവരുള്ളവർ. നമ്മള് ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ തന്തവൈബാന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ അവർ നമ്മുടെ കുറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെക്കാളും അവർക്ക് അറിവുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാല് ഇന്നത്തെ പിള്ളേർ, കേരളത്തിലെ പിള്ളേർ ചിന്ത എന്താണെന്ന് ചോദിച്ചാല്, പഠിക്കാൻ പോകാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നല്ല വിദ്യാഭ്യാസം, അതായത് ഒരു സബ്ജക്റ്റിൽ ഒരു ഡിഗ്രി ഒന്നും അല്ല, 3-4 തരം ഡിഗ്രികളും എടുത്ത് IPS-നും IAS-നും അതുപോലെ ഉയർന്ന എന്താ ഈ സ്പേസ് റിസർച്ച് മുതലേ
എന്ന് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ചാരപ്രവർത്തകൻ ഈവൻ മൊസാദി വരെ മലയാളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. 100ഓളം പേര് മലയാളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം അറിയാവുന്ന ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവര് ഒരു കാര്യത്തിൽ അവര് കേരളത്തിൽ നിൽക്കുന്നതിനോട് പലർക്കും യോജിപ്പില്ല. എങ്ങനെയെങ്കിലും നല്ല വിദ്യാഭ്യാസം നേടി ചിലര് അവിടെ തന്നെ ഈ പറഞ്ഞ സർവീസുകളിലൊക്കെ കയറി പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാത്തവര്, അവിടെ നിൽക്കാൻ കഴിയാത്തവർ എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ വിസ മേടിച്ച് ചേക്കേറി രക്ഷപ്പെടുവാനുമാണ് നോക്കുന്നത്. അപ്പം അവരോട് നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ സാറേ, അപ്പം ഇനി ഒരു അവസരത്തിൽ വീണ്ടും നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയും നേരം സാറിന്റെ അഭിമുഖം അനുവദിച്ചതിന് വളരെ നന്ദി. നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നോബലിന് പ്രത്യേക നന്ദി. പിന്നെ ഇനിയും വീണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുക, കാണാം, സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്. ഇനിയും എഴുത്തിന്റെ കരിയറിൽ ഇനിയും വീണ്ടും ഒത്തിരി മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ഭാവങ്ങളും ഇനി എഴുതാനിരിക്കുന്ന എല്ലാത്തിനും, എല്ലാ കൃതികൾക്കും, പുതിയ മേച്ചിൽപ്പുറം അല്ലെങ്കിൽ പുതിയ നോവലിന്റെയും കഥയുടെയും മേച്ചിൽപ്പുറം, അതിന് എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബൈ. ബൈ. താങ്ക് യു.